The magic mirror. മാന്ത്രിക കണ്ണാടി. On a rainy afternoon, having nothing to do, Ammu and her brother Arun were bored. Rainy, മഴയുള്ള. Afternoon, ഉച്ച കഴിഞ്ഞ്. Nothing to do, ഒന്നും ചെയ്യാനില്ലാത്ത. അമ്മു ആൻഡ് ഹർ ബ്രദർ സഹോദരൻ. അമ്മു കുട്ടിയുടെ പേരാണ്. അമ്മുവിൻ്റെ ബ്രദറിൻ്റെ പേരാണ് അരുൺ. വേർ ബോർഡ്. ബോർഡ് എന്ന് വെച്ചാൽ എന്താണ്? ബോറടിക്കുക. ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ ഹാവിങ് നത്തിങ് ടു ഡു അമ്മു ആൻഡ് ഹർ ബ്രദർ അരുൺ വേർ ബോർഡ്. ഒരു മഴയുള്ള ഉച്ച കഴിഞ്ഞ സമയത്ത് അമ്മുവിൻ്റെ സഹോദരനായ അരുണും ബോറടിച്ച് ഇരിക്കുകയായിരുന്നു. സോ ദേ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ. ലുക്കിംഗ് നോക്കുക, ഔട്ട് പുറത്ത്, സാറ്റ് ഇരിക്കുക, റെയിൻ മഴ. സോ ദേ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ. അതുകൊണ്ട് തന്നെ അമ്മുവും അതുപോലെ തന്നെ അരുണും പുറത്ത് മഴ പെയ്യുന്നതും നോക്കിക്കൊണ്ടിരുന്നു. ടു പാസ് ടൈം ദേ ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക് ഓഫ് ദെയർ ഹോം. ടു പാസ് ടൈം, സമയം കളയാനായിട്ട് അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ട്. ഡിസൈഡഡ്, തീരുമാനിച്ചു. എക്സ്പ്ലോർ, പരിവേഷണം ചെയ്യുക എന്നൊക്കെയാണ്. ആറ്റിക് എന്ന് പറഞ്ഞാൽ മച്ച് എന്നൊക്കെയാണ് അർത്ഥം. വീട്ടിന് മച്ച് ഉണ്ടാവില്ലേ? തട്ടുമുറന്നൊക്കെ പറയില്ലേ മച്ച്. ഹോം, വീട്. ടു പാസ് ടൈം ദേ ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക് ഓഫ് ദെയർ ഹോം. സമയം പോകാൻ വേണ്ടിയിട്ട് അവരുടെ തട്ടിൻപുറം നോക്കി, അതൊക്കെ ഉണ്ട് എന്ന് നോക്കാനായിട്ട്, അല്ലെങ്കിൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാമെന്നോ എന്ന് തീരുമാനിച്ചു. ദ ആറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി. ഡാർക്ക്, ഇരുട്ട്. ഡസ്റ്റി, പൊടി നിറഞ്ഞ. ദ ആറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി. ആറ്റിക് അതായത് മച്ചുംപുറം എങ്ങനെയായിരുന്നു? അവിടെ ഭയങ്കര ഇരുട്ടുള്ളതും പൊടി നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. ദേ കെയിം അക്രോസ് എ മിറർ വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി. എക്രോസ്, കുറുകെ. മിറർ നമുക്കറിയാം, കണ്ണാടി. സർപ്രൈസിംഗ്ലി, ആശ്ചര്യം. ക്ലീൻ എന്ന് വെച്ചാൽ വൃത്തിയുള്ള. ഷൈനി, തിളങ്ങുന്ന. ദേ കെയിം അക്രോസ് എ മിറർ വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി. അവർ മച്ചുംപുറത്ത് നോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു മിറർ, കണ്ണാടി കണ്ടു. അതെങ്ങനെയായിരുന്നു? വളരെയധികം വൃത്തിയുള്ളതും തിളങ്ങുന്നതായിരുന്നു. ബാക്കിയെല്ലാം പൊടി പിടിച്ചിട്ടുണ്ടെങ്കിലും കണ്ണാടി മാത്രം വളരെയധികം വൃത്തിയുള്ളതും അതുപോലെ തിളങ്ങുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ആശ്ചര്യമായി. While they looked at the reflection in it, the old grandfather clock in the attic struck 5. Looked, നോക്കി. റിഫ്ലക്ഷൻ, പ്രതിഫലനം. ഓൾഡ്, പഴയ. ഗ്രാൻഡ്ഫാദർ, മുത്തശ്ശൻ. ക്ലോക്ക്, വാച്ച്. സ്ട്രക്ക്, അടിച്ചു. While they looked at the reflection in it, the old grandfather clock in the attic struck 5. അവർ ആ കണ്ണാടിയിൽ അവരുടെ പ്രതിബിംബം നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രതിഫലനം നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വയസ്സൻ ക്ലോക്ക്, ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് അല്ലെ, ഒരു വയസ്സൻ ക്ലോക്കിൽ സമയം 5 ആയതിൻ്റെ മണി മുഴങ്ങാൻ തുടങ്ങി, അല്ലെങ്കിൽ മണി അടിച്ചു. ദാറ്റ് വേർഡ് അരുൺ സെഡ്. WEIRD, വേർഡ് എന്താണ്? വിചിത്രമായത്. അപ്പം അരുൺ പറയാണ് ഇത് വളരെയധികം വിചിത്രമായിരിക്കുന്നു. I thought the clock was junk. Thought, വിചാരിച്ചു. Junk, കേടുവന്ന. I thought the clock was junk. അരുൺ പറയാണ് ഈ ക്ലോക്ക് വർക്ക് ചെയ്യാത്തതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. They felt the mirror was calling them. Felt, തോന്നി. Calling, വിളിക്കുക. They felt the mirror was calling them. അവർക്ക് ആ മിറർ, കണ്ണാടി അവരെ വിളിക്കുന്ന പോലെ തോന്നി. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ. സ്ട്രെച്ച്ഡ്, നീട്ടി. ഹാൻഡ്, കൈകൾ. ടുവേർഡ്സ്, നേരെ. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ. അരുൺ ആ കണ്ണാടിക്ക് നേരെ കൈകൾ നീട്ടി. ഹിസ് ഹാൻഡ് വെന്റ് റൈറ്റ് ത്രൂ ദ മിറർ ആസ് ഇഫ് ഇറ്റ് വർ വാട്ടർ. ഹാൻഡ്, കൈകൾ. വെന്റ്, പോയി. വാട്ടർ, വെള്ളം. ഹിസ് ഹാൻഡ് വെന്റ് റൈറ്റ് ത്രൂ ദ മിറർ ആസ് ഇഫ് ഇറ്റ് വർ വാട്ടർ. അരുൺ കൈ ആ കണ്ണാടിയുടെ അടുത്തോട്ട് നീട്ടിയ സമയത്ത് അരുണിൻ്റെ കൈകൾ ആ കണ്ണാടിയുടെ ഉള്ളിലോട്ട് പോകുന്നതായിട്ട് തോന്നി. ആസ് ഇഫ് ഇറ്റ് വർ വാട്ടർ. അരുൺ കൈ നീട്ടി
ആ കണ്ണാടിയിൽ തൊട്ട സമയത്ത് വെള്ളത്തിൽ തൊടുമ്പോൾ കൈ ഉള്ളിലോട്ട് പോകുന്ന പോലെ പോയി. ഹി വിഡ്രൂ ഹിസ് ഹാൻഡ് ഹേസ്റ്റ്ലി. വിഡ്രൂ പിൻവലിച്ചു. ഹേസ്റ്റ്ലി തിടുക്കത്തിൽ. ഹി വിഡ്രൂ ഹിസ് ഹാൻഡ് ഹേസ്റ്റ്ലി. അരുൺ പെട്ടെന്ന് തന്നെ കയ്യ് അതിൽ നിന്ന് പിൻവലിച്ചു. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഇൻ അമേസ്മെൻറ്റ്. അമേസ്മെൻറ്റ് വിസ്മയം. ഈച്ച് അതർ തമ്മിൽ. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഇൻ അമേസ്മെൻറ്റ്. അവർക്ക് വളരെയധികം ആശ്ചര്യമായി. കാരണം ഒരു കണ്ണാടിയിൽ തൊട്ടാൽ കൈ ഉള്ളിൽ പോവില്ല അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, കണ്ണാടിയിൽ തൊടുന്ന സമയത്ത് വെള്ളത്തിൽ പോകുന്ന പോലെ ഉള്ളിലോട്ട് പോയി. അപ്പോൾ അവർക്ക് ആശ്ചര്യത്തോടെ തമ്മിൽ നോക്കാൻ തുടങ്ങി. ഷാൽ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ? അരുൺ ആസ്ക് ചോദിച്ചു. അരുൺ ചോദിക്കുകയാണ്, ഷാൽ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ? നമ്മൾക്ക് ഈ മിററിനുള്ളിലോട്ട് ഇറങ്ങിയാലോ? അമ്മു നോഡഡ് തലയാട്ടി. അമ്മു നോഡഡ് സമ്മതം അറിയിച്ചുകൊണ്ട് അമ്മു തലയാട്ടി. 1 2 3 ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ. അവർ കൗണ്ട് ചെയ്യാണ്. 1 2 3 എന്ന് കൗണ്ട് ചെയ്തിട്ട് ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ. അവർ രണ്ടുപേരും കണ്ണാടിയുടെ ഉള്ളിലോട്ട് ഇറങ്ങി. സഡൻലി ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ എ ഫോറസ്റ്റ്. സഡൻലി പെട്ടെന്ന്, ഫൗണ്ട് കണ്ടെത്തി അല്ലെങ്കിൽ കാണപ്പെട്ടു. ദംസെൽസ് സ്വയം, ഫോറസ്റ്റ് കാട് അല്ലെങ്കിൽ വനം. സഡൻലി ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ എ ഫോറസ്റ്റ്. പെട്ടെന്ന് അവർ എവിടെ എത്തി? ഒരു ഫോറസ്റ്റിൽ, ഒരു കാട്ടിൽ എത്തപ്പെട്ടു. ഇറ്റ് വാസ് ക്വയറ്റ് ഡാർക്ക്. ക്വയറ്റ് തികച്ചും, ഡാർക്ക് ഇരുട്ട്. ഇറ്റ് വാസ് ക്വയറ്റ് ഡാർക്ക്. അതെങ്ങനത്തെ ഒരു ഫോറസ്റ്റ് ആയിരുന്നു? എങ്ങനത്തെ കാടാണ്? അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇരുട്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ദ ലീവ്സ് ഓഫ് ദ ട്രീ ഓവർ ഹെഡ് ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. ലീവ്സ് ഇലകൾ, ട്രീസ് മരങ്ങൾ, ഓവർ ഹെഡ് തലയ്ക്ക് മുകളിൽ, ബ്ലോക്ക്ഡ് തടഞ്ഞു, സൺലൈറ്റ് സൂര്യപ്രകാശം. ദ ലീവ്സ് ഓഫ് ദ ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. തലയ്ക്ക് മുകളിലുള്ള മരങ്ങളിലെ ഇലകൾ സൂര്യപ്രകാശം പൂർണ്ണമായിട്ടും തടഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ കാട്ടിൽ വളരെയധികം ഇരുട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇൻ ദ ബുക്സ് വേർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ് സെഡ് അരുൺ. സെഡ് പറഞ്ഞു. അരുൺ പറയാണ്, ബുക്സ് പുസ്തകങ്ങൾ, മാജിക്കൽ മാന്ത്രികം, ഹാപ്പൻസ് സംഭവിക്കുന്നു. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വേർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ് സെഡ് അരുൺ പറയാണ്, ഇത് പുസ്തകങ്ങളിൽ വായിക്കുന്ന എന്തോ ഒരു മാജിക് കഥകളിൽ സംഭവിക്കുന്ന പോലെ ഉണ്ട്. ഇറ്റ് ഈസ് സോ എക്സൈറ്റിംഗ്. ഇത് വളരെയധികം എക്സൈറ്റിംഗ്, ആവേശം തരുന്നതാണ്. ദേ ഫൗണ്ട് ദെയർ വേ ഔട്ട് ഓഫ് ദ ഫോറസ്റ്റ് ഇൻ ടു ദ ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. വേ വഴി, ഫീൽഡ് പാടങ്ങൾ, ബ്ലൂ നീല, റെഡ് ചുവപ്പ്, ഫ്ലവേഴ്സ് പൂക്കൾ. ദേ ഫൗണ്ട് ദെയർ വേ ഔട്ട് ഓഫ് ദ ഫോറസ്റ്റ് ഇൻ ടു ദ ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. അവർ ആ കാട്ടിൽ നിന്ന് പുറത്തോട്ടുള്ളൊരു വഴി കണ്ടു. അതൊരു പാടത്തോട്ടുള്ളൊരു വഴിയായിരുന്നു. നീലപ്പൂക്കളും അതുപോലെ ചുവപ്പ് പൂക്കളും ഉള്ള ഒരു പാടമായിരുന്നു. ബട്ടർഫ്ലൈസ് were flitting from one flower to flower. ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകൾ. ബട്ടർഫ്ലൈസ് were flitting from flower to flower. പൂമ്പാറ്റകൾ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. The fields were lit by the evening sun. ഫീൽഡ്സ് പാടങ്ങൾ, ലിറ്റ് കത്തിച്ചു. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രകാശം കൊടുത്തു എന്നാണ്. ഈവനിങ് വൈകുന്നേരം, സൺ സൂര്യൻ. ദ ഫീൽഡ്സ് were lit by the evening sun. ആ പാടങ്ങൾ കാണാൻ വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. വൈകുന്നേരത്തെ സൂര്യൻ്റെ ശോഭ അല്ലെങ്കിൽ പ്രകാശത്തിൽ ആ പാടം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വാസ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്. സ്റ്റാൻഡിങ് നിൽക്കുക, വൈറ്റ് വെള്ള, ഹോഴ്സ് കുതിര, സിൽവർ വെള്ളി, വിങ്സ് ചിറകുകൾ. സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വാസ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്. ആ പൂക്കളുള്ള ആ പാടത്തിൽ ഒരു കുതിര ഉണ്ടായിരുന്നു. ഒരു വെള്ള കുതിരയായിരുന്നു. അതിൽ സിൽവർ നിറത്തിലുള്ള ചിറകുകളുള്ള ഒരു വെള്ള കുതിരയായിരുന്നു. വാവ്, ഇറ്റ്സ് പെഗാസസ് ദ വിങ്ഡ് ഹോഴ്സ് എക്സ്ക്ലെയിംഡ് അമു. വാവ്, ഇറ്റ്സ് പെഗാസസ്
അതൊരു പെഗാസസ് ആണ്. ദ വിങ്ഡ് ഹോഴ്സ്, വിങ്ഡ് ചിറകുള്ള, ഹോഴ്സ് കുതിര. എന്നിട്ട് എക്സ്ക്ലെയിംഡ് അമ്മു, എക്സ്ക്ലെയിംഡ് ആശ്ചര്യപ്പെട്ടു, എക്സ്ക്ലെയിംഡ് അമ്മു, അമ്മു ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയാണ് വാവ് ഇറ്റ്സ് പെഗാസസ്, അതൊരു പെഗാസസ് ആണ്. എന്താണ് ഈ പെഗാസസ്? ദ വിങ്ഡ് ഹോഴ്സ്, ചിറകുള്ള കുതിരയെ പറയുന്ന പേരാണ് പെഗാസസ്. ദേ വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ് ആൻഡ് പെഗാസസ് റൈസ്ഡ് ഇറ്റ്സ് ഹെഡ്. വാക്ക്ഡ് നടന്നു, റൈസ്ഡ് ഉയർത്തി, ഹെഡ് തല. ദേ വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ്, അവർ രണ്ടുപേരും ആ പെഗാസസിനടുത്തോട്ട് നടന്നു. ആൻഡ് പെഗാസസ് റൈസ്ഡ് ഇറ്റ്സ് ഹെഡ്, പെഗാസസ് തല ഉയർത്തി. ഹു ആർ യു ആസ്ക്ഡ് പെഗാസസ്, ആസ്ക്ഡ് ചോദിക്കുക, പെഗാസസ് ചോദിക്കുകയാണ് ഹു ആർ യു, നിങ്ങൾ ആരാണ്? അരുൺ ആൻസേർഡ് ഷൈലി, ഐ ആം അരുൺ ആൻഡ് ദിസ് ഈസ് അമ്മു. ആൻസേർഡ് ഉത്തരം നൽകി അല്ലെങ്കിൽ മറുപടി പറഞ്ഞു. ഷൈലി ലജ്ജയോടെ. അരുൺ ആൻസേർഡ് ഷൈലി, നാണത്തോടെ അല്ലെങ്കിൽ ലജ്ജയോടെ അരുൺ മറുപടി പറയാണ് ഐ ആം അരുൺ, ഞാൻ അരുണാണ്. ആൻഡ് ദിസ് ഈസ് അമ്മു, ഇത് അമ്മു ആണ്. പെഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി, ക്യൂരിയസ്ലി ജിജ്ഞാസയോടെ അല്ലെങ്കിൽ വളരെയധികം കൗതുകത്തോടെ. പെഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി. ഈ പെഗാസസ്, പെഗാസസ് എന്ന് പറഞ്ഞാൽ സിൽവർ നിറത്തിൽ ചിറകുള്ള വെള്ളക്കുതിര അല്ലേ, അതാണ് പെഗാസസ്. പെഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി, പെഗാസസ് അവരെ വളരെയധികം ആശ്ചര്യത്തോടെ നോക്കാൻ തുടങ്ങി. വേർ ഡിഡ് യു കം ഫ്രം, പെഗാസസ് ആസ്ക്ഡ്, പെഗാസസ് ചോദിക്കുകയാണ് വേർ ഡിഡ് യു കം ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? വി കെയിം ത്രൂ എ മാജിക് മിറർ സെഡ് അമ്മു, അമ്മു മറുപടി കൊടുക്കുകയാണ്. അമ്മു പറയാണ് വി കെയിം ത്രൂ എ മാജിക് മിറർ, ഞങ്ങളൊരു മാജിക് മിററിലൂടെയാണ് വന്നത്. മാജിക് മിറർ എന്താണ്? മാന്ത്രിക കണ്ണാടി. ഞങ്ങളൊരു മാന്ത്രിക കണ്ണാടിയിലൂടെയാണ് ഇവിടെ എത്തിയത്. വെൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ എക്സൈറ്റിംഗ് സെഡ് പെഗാസസ്, പെഗാസസ് അപ്പം മറുപടി പറയാണ് വെൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ എക്സൈറ്റിംഗ്, അത് വളരെയധികം എക്സൈറ്റിംഗ് ആണ്. എക്സൈറ്റിംഗ് എന്താണ്? ആവേശം അല്ലെങ്കിൽ ആവേശകരമാണ്. ഇറ്റ് വിൽ സൂൺ ബി ഡാർക്ക്, സൂൺ ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന്. ഇറ്റ് വിൽ സൂൺ ബി ഡാർക്ക്, ഉടനെ തന്നെ ഇരുട്ടാവും. ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം സെഡ് പെഗാസസ്, ഞാനിപ്പോൾ തന്നെ വീട്ടിൽ പോവും. ക്യാൻ വി കം ടു ആസ്ക് ദ ചിൽഡ്രൻ, ചിൽഡ്രൻ കുട്ടികൾ. അപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ് ക്യാൻ വി കം ടു, ഞങ്ങൾക്ക് വീട്ടിലോട്ട് വരാൻ പറ്റുമോ? ഓഫ് കോഴ്സ് ക്ലൈംബ് ഓൺ മൈ ബാക്ക് പെഗാസസ് സെഡ്. ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ് തീർച്ചയായും, ക്ലൈംബ് കയറുക, ബാക്ക് പുറകിൽ. അപ്പോൾ പെഗാസസ് പറയാണ് ഓഫ് കോഴ്സ് ക്ലൈംബ് ഓൺ മൈ ബാക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാം, നിങ്ങൾ എൻ്റെ പുറത്തോട്ട് കയറിക്കോളൂ. ദേ സ്ക്രാമ്പിൾഡ് ഓൺ ടു പെഗാസസ് ബാക്ക്, സ്ക്രാമ്പിൾഡ് പെട്ടെന്ന് ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ പെട്ടെന്ന് കയറുക എന്നൊക്കെ അർത്ഥം. ദേ സ്ക്രാമ്പിൾഡ് ഓൺ ടു പെഗാസസ് ബാക്ക്, അവർ രണ്ടുപേരും പെഗാസസിൻ്റെ പുറത്തോട്ട് പെട്ടെന്ന് കയറി. ദേ സോഡ് ത്രൂ ദ എയർ ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. സോഡ് കുതിച്ചുയർന്നു, പെട്ടെന്ന് പോയി. ത്രൂ ദ എയർ കാറ്റിലൂടെ. ആൻഡ് ഫൈനലി ഒടുവിൽ ലാൻഡഡ് വന്നിറങ്ങി. ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ കീഴിൽ, ബിഗ് വലിയ, ട്രീ മരം. ദേ സോഡ് ത്രൂ ദ എയർ ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. അമ്മുവും അരുണും പെഗാസസിൻ്റെ പുറത്തിരുന്നുകൊണ്ട് എയറിലൂടെ കുതിച്ചു പാഞ്ഞു അല്ലെങ്കിൽ കുതിച്ച് പറന്നു. എന്നിട്ട് അവസാനം ഒരു മരത്തിന് താഴെ നിറച്ചും പുല്ല്, സോഫ്റ്റും നല്ല വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള പുല്ലുകളുള്ള ഒരു സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്തു. Then they flew through a forest, a field and over a hill to a cottage. Flew പറന്നു, ഫോറസ്റ്റ് കാട്, ഫീൽഡ് പാടം, ഹിൽ കുന്ന്, കോട്ടേജ് കുടിൽ. They then flew through a forest. അവർ കാട്ടിലൂടെ, അതുപോലെ തന്നെ പാടത്തിന് മുകളിലൂടെ, അതുപോലെ തന്നെ ഹിൽ മലകളുടെ മേലെ കൂടെ പറന്ന് അവസാനം ഒരു കോട്ടേജ്, ഒരു കുടില് പോലെ ഉള്ള ഒരു കോട്ടേജിൽ എത്തി. എ മാൻ ഇൻ എ ബ്ലൂ റോബ്
opened the door and asked them to follow him in. Man, മനുഷ്യൻ. ബ്ലൂ, നീല. റോബ്, മേൽക്കുപ്പായം അല്ലെങ്കിൽ മേൽവസ്ത്രം. ഓപ്പൺ, തുറന്നു. ഫോളോ, പിന്തുടരുക. എ മാൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺ ദ ഡോർ. നീല മേൽക്കുപ്പായം ധരിച്ച ഒരു മനുഷ്യൻ ഡോർ തുറന്നു, ആ കോട്ടേജിൻ്റെ ഡോർ തുറന്നു. ആൻഡ് ആസ്ക് ദം ടു ഫോളോ ഹിം ഇൻ. അതിനുശേഷം അവരെ പിന്തുടരാൻ പറഞ്ഞു. ദേ ഫോളോഡ് ഹിം ഇൻ ടു എ റൂം വേർ ദേ സോ എ മിറർ. ഫോളോഡ്, പിന്തുടർന്നു. റൂം, മുറി. സോ, കണ്ടു. ദേ ഫോളോഡ് ഹിം ഇൻ ടു എ റൂം. അമ്മുവും അരുണും അയാളെ പിന്തുടർന്നുകൊണ്ട് പോയി. അവസാനം ഒരു റൂമിലെത്തി. വേർ ദേ സോ എ മിറർ. അവിടെ ഒരു കണ്ണാടി കണ്ടു. ഇറ്റ് ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ദ മിറർ ഇൻ ദർ ആറ്റിക്. എക്സാക്ട്ലി, കൃത്യമായി. ആറ്റിക്, മച്ച്. ഇറ്റ് ലുക്ക്ഡ് എക്സാക്ട്ലി ലൈക്ക് ദ മിറർ ഇൻ ദർ ആറ്റിക്. അവിടെ കണ്ട കണ്ണാടി അവരുടെ മച്ചിൻ പുറത്തുള്ള കണ്ണാടിയെ പോലെ തന്നെ തോന്നി. സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ ആൻഡ് യു വിൽ ബി ഹോം സെഡ് പെഗാസസ്. എന്നിട്ട് പെഗാസസ് പറഞ്ഞു, സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ. ആ മിററിലോട്ട് ഇറങ്ങിക്കോളൂ. യു വിൽ ബി ഹോം. നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തും. ദ ചിൽഡ്രൻ താങ്ക്ഡ് പെഗാസസ്. ചിൽഡ്രൻ, കുട്ടികൾ. താങ്ക്ഡ്, നന്ദി പറഞ്ഞു. ദ ചിൽഡ്രൻ താങ്ക്ഡ് പെഗാസസ്. കുട്ടികൾ പെഗാസസിനോട് നന്ദി പറഞ്ഞു. ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് ഫൗണ്ട് ദംസെൽസ് ബാക്ക് ഇൻ ദ ആറ്റിക്. ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ. അവർ രണ്ടുപേരും ആ മിററിലോട്ട് ചാടി. ആൻഡ് ഫൗണ്ട് ദംസെൽസ് ബാക്ക് ഇൻ ദ ആറ്റിക്. ചാടി ഉടൻ തന്നെ അവരെവിടെ എത്തി? ആറ്റിക്, അവരുടെ വീട്ടിൻ്റെ മച്ചിൽ എത്തി. ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ്. സ്റ്റിൽ, ഇപ്പോഴും. ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ്. ഇപ്പോഴും അവിടെ മഴ പെയ്യുന്നുണ്ട്. അരുൺ ലുക്ക്ഡ് അറ്റ് അമ്മു ആൻഡ് സെഡ്, ദാറ്റ് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വെഞ്ചർ വി ഹാവ് എവർ ഹാഡ്. അരുൺ അമ്മുവിനെ നോക്കി. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ദാറ്റ് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വെഞ്ചർ. അഡ്വെഞ്ചർ, സാഹസികത. ദാറ്റ് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വെഞ്ചർ വി ഹാവ് എവർ ഹാഡ്. അരുൺ അമ്മുവിനോട് പറയാണ്, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സാഹസികമായിട്ടുള്ള ഒരു കാര്യം. യെസ്, റിയലി, അമ്മു സെഡ്. അമ്മു പറയാണ്, ശരിയാണ്. ദേ ഹേർഡ് ദെയർ മദർ കോളിംഗ് ദം. ഹേർഡ്, കേട്ടു. മദർ, അമ്മ. കോളിംഗ്, വിളിക്കുക. ദേ ഹേർഡ് ദെയർ മദർ കോളിംഗ് ദം. അവരുടെ അമ്മ അവരെ വിളിക്കുന്നതായിട്ട് ആ സമയത്ത് കേട്ടു. ദേ ഗോട്ട് ഡൗൺ ഫ്രം ദ ആറ്റിക് ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ. കിച്ചൺ, അടുക്കള. മച്ചിൽ നിന്ന് ഇറങ്ങി കിച്ചണിലോട്ട്, അടുക്കളയിലോട്ട് പോയി. ജസ്റ്റ് ഇൻ ടൈം ഓഫ് ഡിന്നർ. അവർ കിച്ചണിലോട്ട് പോയി. അപ്പോൾ ഡിന്നറിനുള്ള സമയമായിരുന്നു. ഡിന്നർ എന്താണ്? അത്താഴം. ദേ ടോൾഡ് ദെയർ മദർ എബൌട്ട് ദെയർ അഡ്വെഞ്ചർ. ടോൾഡ്, പറഞ്ഞു. അഡ്വെഞ്ചർ, സാഹസികത. ദേ ടോൾഡ് ദെയർ മദർ എബൌട്ട് ദെയർ അഡ്വെഞ്ചർ. അവർ രണ്ടുപേരും അമ്മയോട് അവരുടെ സാഹസിക യാത്രയെക്കുറിച്ച് പറഞ്ഞു. ബട്ട് ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്. ബിലീവ്, വിശ്വസിക്കുക. ബട്ട് ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്. പക്ഷെ അമ്മ അതൊന്നും വിശ്വസിച്ചില്ല. വെൻ ദേ വെന്റ് ടു ബെഡ് ദേ ഡ്രീംഡ് ഓഫ് ഗോയിങ് ത്രൂ ദ മിറർ ആൻഡ് ഹാവിങ് മോർ എക്സൈറ്റിംഗ് അഡ്വെഞ്ചർ. ബെഡ്, കിടക്ക. ഡ്രീംഡ്, സ്വപ്നം കണ്ടു. ഗോയിങ്, പോവുക. വെൻ ദേ വെന്റ് ടു ബെഡ് ദേ ഡ്രീംഡ് ഓഫ് ഗോയിങ് ത്രൂ ദ മിറർ. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്ന സമയത്ത് അവർ സ്വപ്നം കണ്ടു, ഈ മിററിലൂടെ പോയി കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അഡ്വെഞ്ചറസ്, കൂടുതൽ സാഹസികമായിട്ടുള്ള യാത്രകൾ ചെയ്യുന്നതായിട്ട് അവർ സ്വപ്നം കണ്ടു.